ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കേരള ടച്ച് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യം തന്നെ ഒരു മധുരത്തോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറുപയർ പരിപ്പ് പ്രഥമനാണ് ഇന്നുണ്ടാക്കുന്നത്. ഇതിനായി പാത്രം ചൂടാകുമ്പോൾ പരിപ്പ് ചേർത്ത് വറുത്തെടുക്കണം. പരിപ്പ് നല്ലോണം ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ശേഷം ശർക്കരപ്പാനി റെഡിയാക്കാം. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെക്കുക. പരിപ്പ് ബ്രൗൺ കളറാകുമ്പോൾ കഴുകിയെടുക്കാം. എന്നിട്ട് കുക്കറിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പരിപ്പ് വേവിച്ചെടുക്കണം. ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വരുത്തുക. പിന്നീട് ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കൂടെ വരുത്തുക. ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ശർക്കരപ്പാനി അതിലേക്ക് ഒഴിക്കണം. അതിലേക്ക് വേവിച്ച് വെച്ച് ഉടച്ച പരിപ്പ് ചേർക്കുക. പരിപ്പ് നല്ലോണം ഉടഞ്ഞിട്ട് അതിലേക്ക് മിക്സ് ആവണം. അതിനായി സ്പൂൺ വെച്ച് നല്ലോണം ഉടച്ചെടുക്കാം. അതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് മിക്സ് ചെയ്യണം. എല്ലാം കൂടെ നല്ലോണം ചേർന്ന് വരുമ്പോൾ, ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കണം. മധുരം ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് 1 ടീസ്പൂൺ അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ചേർക്കാം. പായസത്തിനൊരു കട്ടി വരും. എല്ലാം കൂടെ കുറുകി വരുമ്പോൾ തേങ്ങയുടെ 1 പാൽ ഇതിലേക്ക് ചേർക്കാം. 1 പാൽ ചേർത്ത് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ പായസം ഏകദേശം റെഡിയായിരിക്കുന്നു. ഇതിലേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കുക. നല്ലൊരു സ്മെല്ല് വരും. സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ഇവ നെയ്യിൽ മൂപ്പിച്ചെടുത്തത് ചേർക്കണം. നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നു. നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം. താങ്ക് യു.